2024 പുതുവർഷം പിറക്കാൻ ഇനി ഏതാനും നാളുകൾ മാത്രം. വരുന്ന വർഷം ജീവിതത്തിൽ സന്തോഷം മാത്രം നൽകണമെന്നും എല്ലാ സങ്കടങ്ങളും അകന്നു പോകണമെന്നുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കും 2024 വർഷം ഭാഗ്യമുള്ളതാകണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ചില ഫെങ്ഷുയി സാധനങ്ങൾ കൊണ്ടുവരിക. ഫെങ്ഷുയി മാർഗങ്ങൾ പാലിക്കുന്നതിലൂടെ വാസ്തുദോഷങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ തരം പ്രശ്നങ്ങളും വീട്ടിൽ നിന്നും ഇല്ലാതാകുന്നു. അതുപോലെ വീട്ടിലെ നെഗറ്റീവ് എനർജിയും നീക്കും എന്നാണ് വിശ്വാസം. വീട്ടിൽ സന്തോഷവും സമൃദ്ധിയും നിലനിർത്താൻ പലതരത്തിലുള്ള ഫെങ്ഷുയി ഇനങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. 3 കാലുള്ള ഫെങ്ഷുയി തവളയെ വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ ശുഭകരമാണ്. ഇത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും ഇല്ലാതാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഔദ്യോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. കൂടാതെ കുടുംബാംഗങ്ങളുടെ സന്തോഷവും ഭാഗ്യവും വർദ്ധിക്കുന്നു. 2024 നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ ഒരു തരത്തിലുമുള്ള തടസ്സങ്ങളും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോ വീട്ടിലോ ഒരു ഫെങ്ഷുയി ഒട്ടകത്തെ സൂക്ഷിക്കാം. ഫെങ്ഷുയി ഒട്ടകത്തെ വീട്ടിൽ സൂക്ഷിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും മോചനം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കരിയറിൽ വന്നിരുന്ന പ്രശ്നങ്ങൾ മാറുകയും പണത്തിൻ്റെ വരവ് വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് സന്തോഷവും സമൃദ്ധിയും പോസിറ്റീവ് എനർജിയും വേണമെങ്കിൽ ഫെങ്ഷുയി പ്രകാരം ചിരിക്കുന്ന ബുദ്ധൻ്റെ പ്രതിമ വീട്ടിൽ കൊണ്ടുവരിക. വീട്ടിലോ ഓഫീസിലോ ഇത് സൂക്ഷിക്കുക. നിങ്ങൾക്ക് ബിസിനസ്സിൽ മുന്നേറണമെങ്കിൽ നിങ്ങളുടെ ജോലിസ്ഥലത്ത് 2 കൈകളും ഉയർത്തിച്ചിരിക്കുന്ന ബുദ്ധൻ്റെ പ്രതിമ സൂക്ഷിക്കണം. ഫെങ്ഷുയി പ്രകാരം ഒരു ലോഹ ആമയെ വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ ശുഭകരമാണ്. ഫെങ്ഷുയി ആമയെ വീട്ടിൽ കൊണ്ടുവന്ന് വടക്ക് ദിശയിൽ വയ്ക്കുക. ഈ പ്രതിമ വടക്കോട്ട് ദർശനമായി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. സാമ്പത്തിക മാന്ദ്യം പരിഹരിക്കാനുള്ള മികച്ച പ്രതിവിധിയാണ് ഇത്. ഫെങ്ഷുയി പ്രകാരം വീട്ടിൽ ഒരു ലക്കി കാറ്റ് സൂക്ഷിക്കുന്നത് വളരെ ഫലപ്രദമായി കണക്കാക്കപ്പെടുന്നു. നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീടിൻ്റെയോ കടയുടെയോ വടക്ക് ദിശയിൽ സ്വർണ്ണ മഞ്ഞ നിറമുള്ള പൂച്ചയെ സൂക്ഷിക്കുന്നത് ഉത്തമമാണ്. ഫെങ്ഷുയി പ്രകാരം നിങ്ങളുടെ വീട്ടിൽ ഒരു ക്രിസ്റ്റൽ പിരമിഡ് കൊണ്ടുവരിക. വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും എല്ലാ നെഗറ്റീവ് എനർജിയും നീക്കം ചെയ്യുന്ന ഒന്നാണ് ക്രിസ്റ്റൽ പിരമിഡ്. വീട്ടിലെ അംഗങ്ങൾക്ക് ഇടയ്ക്കിടെ അസുഖം വരികയോ സാമ്പത്തിക കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സമുണ്ടാവുകയോ ചെയ്താൽ അവ നീക്കാൻ ക്രിസ്റ്റൽ ഒരു പരിഹാരമാണ്. ഫെങ്ഷുയി അനുസരിച്ച് വിവാഹബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഒരു മാൻഡറിൻ താറാവിൻ്റെ പ്രതിമ നിങ്ങളുടെ കിടപ്പുമുറിയിൽ സൂക്ഷിക്കുക. മുറിയുടെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇത് വയ്ക്കുക. ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രണയത്തിൻ്റെ നിമിഷങ്ങൾ തിരികെ കൊണ്ടുവരും. എന്നാൽ താറാവുകൾ എല്ലായ്പ്പോഴും ജോഡിയായി വേണം വയ്ക്കാൻ. സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിനായി ഫെങ്ഷുയി പ്രകാരം കിടപ്പുമുറിയിൽ റോസാപ്പൂക്കൾ സൂക്ഷിക്കുക. എന്നാൽ നിങ്ങളുടെ മുറിയിൽ പുതിയതും സുഗന്ധമുള്ളതുമായ പൂക്കൾ സൂക്ഷിക്കണം. ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കും. എന്നാൽ വാടിപ്പോയതോ പഴകിയതോ ആയ പൂക്കൾ കിടപ്പുമുറിയിൽ സൂക്ഷിക്കാൻ പാടില്ല. ഫെങ്ഷുയി പ്രകാരം വീട്ടിനുള്ളിൽ വിൻഡ് ചെയിൻ തൂക്കിയിടുന്നത് നിങ്ങൾക്ക് ഐശ്വര്യം കൊണ്ടുവരും. ഇത് വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നു. ഫെങ്ഷുയി പ്രകാരം വീടിൻ്റെ കിഴക്ക് ദിശയിൽ ലക്കി ബാംബു സൂക്ഷിക്കുന്നത് വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും നൽകുന്നു. ഒരു ചുവന്ന റിബൺ കൊണ്ട് ലക്കി ബാംബു കെട്ടി ഒരു ചില്ലുപാത്രത്തിൽ കിഴക്കോട്ട് വെച്ചാൽ ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറും. എന്തും അമിതമായാൽ അപകടമാണ്. അതുപോലെ നിങ്ങളുടെ ഓഫീസിലും വീട്ടിലും അനാവശ്യമായ എല്ലാ വസ്തുക്കളും നീക്കം ചെയ്യേണ്ടത് പ്രധാനമാണ്. കാരണം ഇത് പണത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും വിഷാദം സൃഷ്ടിക്കുകയും അതൃപ്തി ഉണ്ടാക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് പണം ഒഴുകണമെങ്കിൽ ഫെങ്ഷുയി പ്രകാരം വീടിൻ്റെ പ്രധാന കവാടം ആകർഷണമായിരിക്കണം.